ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റ പാടെ തന്നെ ജനലൊക്കെ തുറന്ന് കുറച്ച് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് എപ്പോഴും അങ്ങനെ പുറത്തൊന്നും വെക്കാറില്ല കേട്ടോ, ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ വെക്കത്തുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ ഇവിടെ കടയും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല. റോഡിലാണെങ്കിൽ ഒറ്റ മനുഷ്യരില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ ഇക്കയൊക്കെ എണീറ്റിട്ടുണ്ട്. പതിവില്ലാതെ വാവേ എണീറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നലെയൊക്കെ രാത്രി വന്ന ടൈമിൽ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ബീഫ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. കണ്ടിട്ട് അത്ര ഫ്രഷ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് കറി വെച്ച് നോക്കാം. അങ്ങനെ ഇതാ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സവോളയും കാര്യങ്ങളൊക്കെ ഓൾറെഡി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പാനിൽ മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം കുക്കറിട്ട് വേവിക്കാമെന്ന്. അങ്ങനെ ഇതാ നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവിടേക്കൊക്കെ ചിക്കൻ കറിയിൽ ഇഷ്ടം ബീഫ് കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ബീഫൊക്കെ വന്നെന്ന് പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ സവോളയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതൊരു 2 സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ബീഫ് കൊണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ 1/2 കിലോ എടുത്താണ് കേട്ടോ കറി വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ വഴറ്റി ഒരു ബ്രൗൺ നിറാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ തേങ്ങാക്കൊത്ത് ബീഫ് കറിക്കൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇക്കായും വാവയും കൂടി ഇരുന്ന് ഹാളിൽ നിന്ന് നല്ല കളിയാണ് കേട്ടോ. അത് കണ്ടിട്ട് എനിക്കും പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിന്ന് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് പണിയെല്ലാം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി കണ്ടിട്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്, മല്ലിപ്പൊടി കുറച്ച് കുറവാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊടികളൊക്കെ നല്ലപോലെ വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊടികളെല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അരപ്പൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ നല്ലപോലെ വെന്ത് വരുമ്പോൾ നല്ല കളറൊക്കെ മാറി കുറച്ചും കൂടി ഡാർക്ക് കളറിൽ വരും കേട്ടോ. ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇതോടൊപ്പം തന്നെ നമ്മളൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊണ്ടുവന്ന ടൈമിൽ കുറച്ച് വലിയ പീസായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ ഇച്ചിരി പാടായിരുന്നു, കാരണം നല്ല നെയ്യായിരുന്നു. അങ്ങനെ അതാ നമ്മൾ ബീഫും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചൊരു 10 വിസിലടുപ്പിക്കുന്നുണ്ട്. 10 വിസിലടിച്ച് കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ അതാ അടുക്കളയിൽ നിന്ന് വേർത്ത് കുളിച്ച് ഞാൻ ഹാളിലെത്തിയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ വാപ്പിയും മോളും എല്ലാം ടാബിലും ഫോണിലും നല്ല കളിയാണ്. ഐസാണെങ്കിൽ വിളിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആൾ ബേബീസിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 7:45 ആയ ടൈമിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇക്കാക്ക് പോകണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇക്ക ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്ക് ദോശയും എനിക്ക് പുട്ടുമായിരുന്നു കേട്ടോ. ഇതോടുകൂടി തന്നെ നമ്മൾ ദോശയുടെ മാവിൻ്റെ കാര്യം തീർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഉച്ചക്കാട്ടോ എടുത്തത്. ഉച്ചക്ക് നമുക്ക് ചോറും ബീഫ് കറി അച്ചാറും ആയിരുന്നു. ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ഇവിടെ താല്പര്യമില്ല, അത് മാത്രം മതിയാവും. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇക്കതാ ഈ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ചക്ക കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഐറ്റം കിട്ടി കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല, വാക്യൂം കുക്ക്ഡാണ്. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല പഴുത്ത ചക്കയുടെ മണമാണ്. ടേസ്റ്റും നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാട്ടോ കാണുക. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. റേറ്റ് എനിക്കറിയില്ല, റേറ്റ് അത്യാവശ്യം കാണുമായിരിക്കും. പിന്നെ
പിന്നെ ഈവനിങ് വാവയ്ക്ക് വേണ്ടി ഒരു ബുൾസൈ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഈ ഒരു ഡിലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബട്ടർ കുക്കീസാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഗൾഫിൽ നിന്ന് മാമന്മാരൊക്കെ കൊണ്ടുവരുന്ന ഐറ്റമാണ് കേട്ടോ. പക്ഷെ അവർ കൊണ്ടുവന്ന റൗണ്ട് ബോക്സിലാണ്. ഇതിപ്പോൾ റൗണ്ട് ബോക്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു ബോക്സാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ഷേപ്പിൽ നമ്മൾ ഷുഗറൊക്കെ മുകളിലിട്ടിട്ടുണ്ട്. ചിലതിൽ ചോക്ലേറ്റും വരുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാവയ്ക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയും ബിസ്ക്കറ്റും ഒക്കെയാണ് കേട്ടോ ഈവനിങ്. അതുപോലെ ഈ ഒരു സമയമൊക്കെ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഒരു സമയം 3:30 ആയിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇക്കാക്ക് ജോലിക്ക് പോകണം കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞൊക്കെ ജോലിക്കൊക്കെ പോയി. അതിനുശേഷം എന്താ രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ പാർക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ പാർക്കിൽ വന്നിട്ട്. അവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ ഈ സ്ലൈഡൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി. അതുപോലെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. ഇത്തവണ നല്ല തിരക്കായിരുന്നു. നമ്മൾ തേഴ്സ്ഡേ ആണ് കേട്ടോ പോയത്. ഫ്രൈഡേ അവധി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഇവിടെ. അതുപോലെ പുതിയ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്നാക്സും അതുപോലെ പാക്ഡ് ആയിട്ടുള്ള സ്നാക്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ മേടിക്കാറില്ല. പിന്നെയും വല്ലപ്പോഴും ഐസ്ക്രീമൊക്കെയാണ് കേട്ടോ മേടിക്കാറ്. അതുപോലെ വാവ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാത്രിയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഒരു 12 മണി വരെയൊക്കെ ആൾക്കാരുണ്ടാവും. അതിനുശേഷം പിന്നെ ആൾക്കാരൊന്നും കാണില്ല. പക്ഷെ നോമ്പിനും പെരുന്നാളിനും ഒക്കെ വെളുപ്പാങ്കാലത്ത് വരെ ആൾക്കാരുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് കളിക്കാൻ റെൻറ്റിന് കിട്ടും കേട്ടോ. വലിയ പൈസയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ ഈ പാർക്കിൽ എൻട്രി ഫീസും ഇല്ല. അതുപോലെ തന്നെ ഓരോ ഐറ്റംസ് കയറുന്നതിന് അതിനും ഫീസൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഈ റെൻറ്റിന് ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ഒക്കെ ഉള്ളൂ പൈസ ആകത്തുള്ളൂ. അങ്ങനെ കുറച്ച് സമയം വാവ കളിച്ചതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അവർ പലരും ഫുഡൊക്കെ ആയിട്ടാട്ടോ വരാറ്. അല്ലെങ്കിൽ ടീ ടൈം ആണെങ്കിൽ അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരും. അങ്ങനെ ഇതാ നമ്മൾ ഇരുന്നതിന് ശേഷം ആൾ നല്ല കളിയിലാണ് കേട്ടോ. ആൾക്ക് ഇരിക്കുകയൊന്നും വേണ്ട, ഫുൾ ടൈം കളിച്ചാൽ മതി. അതുപോലെ എത്ര പിള്ളേരുണ്ടെങ്കിലും അവരെ അടുത്തേക്കൊന്നും പോകത്തില്ല കേട്ടോ. നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ നോക്കത്തേ ഉള്ളൂ. ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം നമുക്ക് കുറച്ച് സാധനം കൂടി മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ആൾക്ക് നടക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ ഭയങ്കര അലമ്പായിരുന്നു. അതുപോലെ ഇത് ഇവിടുത്തെ ബാങ്കാണ് കേട്ടോ, സാബ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെസ്റ്റോയിൽ പോയി നമുക്ക് സാധനമൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ.